ചില ചികിത്സാരികൾ നിസ്കരിക്കൂല, ഔലിയാപ്പാപ്പ എന്നാ പറയാ അല്ലേ? അടിച്ചിട്ട് ഓടിക്കണ്ട ഇവരെ മുഴുവൻ. നിങ്ങൾ മന്ത്രിയെ ഇരുത്തിയിട്ട് ഞാൻ അടിക്കണം എന്ന് പറയാല്ല കേട്ടോ, നിയമം ഞാൻ കയ്യിലെടുക്കല്ല. പക്ഷെ ഇസ്ലാമിക സൊസൈറ്റി രൂപപ്പെട്ട് വന്നാൽ അടി കൊടുക്കും. എന്തായി കാണിക്കുന്ന തമ്മാടിത്തരം? ഇതെന്റെ തിന്മയാണ്. നിസ്കരിക്കാത്ത ആളോ ഔലിയപ്പാപ്പ, നിസ്കരിക്കാത്ത ഔലിയ ഏത് ഔലിയാണത്? എന്റെ ഔലിയപ്പാപ്പയാണത്. ഇങ്ങനെയായ എന്താ അടിസ്ഥാനം ഈ പറയുന്നത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരാൾ വലിയ നിസ്കരിക്കാൻ വരില്ല. അപ്പൊ അന്വേഷിച്ചു, അപ്പൊ യുനാജി റബ്ബഹു, അള്ളാഹിനോട് വലിയ സംഭാഷണം നടത്തുന്ന ഒരു മഹാനാണ്, അദ്ദേഹത്തിന് നിസ്കാരമൊന്നും വേണ്ട, മഹാനാണ് എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ഞാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അള്ളാഹിനോട് നിസ്കരിക്കാതെ സംഭാഷണം നടത്തണമെങ്കിൽ അള്ളാഹിന്റെ ലോകത്തേക്ക് പോകണം. ഇത് ഉമറിന് ഇപ്പൊ അള്ളാഹു അധികാരം ഏൽപ്പിച്ച ലോകമാണ്. നിസ്കരിക്കാൻ വന്നിട്ടില്ലെങ്കിൽ തല ഞങ്ങളെടുക്കും. ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഔലിയന്മാർ ഇവിടെ ദർശിക്കുന്നുണ്ട്. ചില ഔലിയന്മാരുടെയൊക്കെ കറാമത്ത് നിസ്കരിക്കൂല, ശരീഅത്തില്ല. ശരീഅത്തില്ലാത്തവരെ സ്വീകരിക്കുന്ന അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, റഹ്മത്തുള്ള കാസിമ മുത്തേടം ഉസ്താദിൻ്റെ ഈ ഒരു ചെറിയൊരു ക്ലിപ്പ് കേൾക്കുമ്പോഴാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത് നമ്മുടെ CM മടവൂർ, CM വലിയുല്ലാഹി എന്ന് പറഞ്ഞ് മടവൂർ കാഫില ഉണ്ടാക്കി നട്ടം തിരിഞ്ഞ, അതുപോലെ അതിനെ തന്നെ വിശ്വസിച്ച് ഭാര്യയെ വീട്ടിൽ തന്നെ പ്രസവിപ്പിക്കാൻ ശ്രമിച്ച് അവസാനം ഭാര്യ മരണപ്പെട്ടു. അദ്ദേഹം അകത്തായി. ഇപ്പോൾ പുറത്തായതിന് ശേഷം തുടങ്ങിയിരിക്കുന്നു മടവൂർ കാഫില. അതാണ് ഇദ്ദേഹം ഇത്രയെല്ലാം കറാമത്ത് പറയുമ്പോൾ ഇദ്ദേഹം തന്നെ നേരിട്ട് കണ്ട CM മടവൂരിന്റെ ആ ഒരു താമസിച്ചു കൊണ്ടിരുന്ന ഒരു റൂമാണ്, മുറിയാണ്, ഒരു വീട്ടിൽ ഒരു മുറി. ആ മുറിയിൽ 10 വർഷത്തോളം ഒറ്റ മുറിയിലായിരുന്നു, ഒറ്റക്കായിരുന്നു. 10 വർഷം താഴെ ഇറങ്ങിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദു എന്ന് പറയുന്ന ആ മനുഷ്യൻ പറയുന്നത് 10 വർഷക്കാലം അവിടെ തന്നെ ആയിരുന്നു. 10 വർഷക്കാലം അവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ടില്ല. 10 വർഷക്കാലം അദ്ദേഹം ജുമാ നമസ്കരിച്ചിട്ടില്ല. 10 വർഷം നമസ്കരിച്ചിട്ടില്ല. നമസ്കരിച്ചെങ്കിലും അവിടെ ചിലപ്പോൾ നമസ്കരിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം അവിടെ തന്നെ ബാത്റൂം, ഉളെടുക്കാനുള്ള സൗകര്യം, കുളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറയുമ്പോൾ നേരെ പറയണല്ലോ, അദ്ദേഹം ജുമാ നമസ്കാരത്തിന് താഴെ ഇറങ്ങിയിട്ടില്ല. ഈ ജുമാ നമസ്കാരം ഒഴിവാക്കുന്ന, ജുമാ നമസ്കാരം നമസ്കരിക്കാനും പള്ളിയിലേക്ക് എത്താത്ത ആള് അദ്ദേഹമാണ്. മലക്കുകൾക്ക് പോലും ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് ആൾക്കാർ പോവാറുണ്ടായിരുന്നു. ഇവരെല്ലാം ദുന്യവിയായ കാര്യങ്ങൾ കേൾക്കാൻ മാത്രമാണ് പോയത് എന്നും ഈ വീഡിയോയിൽ കേൾക്കാൻ കഴിയുന്നു. അതുകൊണ്ടാണ് അത് നമ്മൾ പറയുന്നതല്ല, അദ്ദേഹം തന്നെ പറയട്ടെ. സിറാജുദ്ദീൻ ലത്തീഫ് അത് കേൾക്കുകയും അതിനെ പറയുകയും അതിനെ ആവർത്തിക്കുകയും വിശദമായി കേട്ട് പഠിക്കുകയും ചെയ്യുന്നു. അതിനെ ഒന്ന് നിങ്ങൾ കേൾക്കണം. റൂമാണ് ഏറ്റവും കൂടുതൽ അതൊക്കെ 10 കൊല്ലം താമസിച്ച ഈ റൂമാണല്ലേ? ഈ റൂമാണ്. ഈ ബെഡിലാണ് കിടന്നത്. ഈ ബെഡിൽ നിന്നാണ് ഈ ലോകത്തുള്ള യാത്ര പോയതും. 10 കൊല്ലം താഴത്തേക്ക് പോലും പോകാതെ ഈ റൂമിൽ തന്നെ ആയിരുന്നു ഭക്ഷണം, കുളി, ഇതൊക്കെ. പിന്നെ ഇതൊരു മിമ്പറമായിട്ടുള്ള സാധനം ഉണ്ടാക്കിയതാണ്. അതെന്തിനായിരുന്നു? ഇത് ചില ടൈമിൽ ഇതിന്റെ മുകളിൽ കയറി നിൽക്കാറുണ്ട്. പറഞ്ഞിട്ടുണ്ടാക്കിയതാ? ഉണ്ടാക്കിച്ചാ. അതേമാതിരി വാതിലടിച്ചു കഴിഞ്ഞാല് രാത്രിയിൽ 4-5 ആൾക്കാർ സംസാരിക്കുന്നതും
ക്ലാസ് എടുക്കുന്നതൊക്കെ ആയിട്ടൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് മലായിക്കത്യങ്ങൾക്ക് വരെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സഹോദരന്മാരെ, ഔലിയ എന്ന് പറഞ്ഞാൽ, ഔലിയ എന്ന് പറയുന്ന ആൾക്ക് നമസ്കരിക്കണോ? നമസ്കാരം വാജിബല്ലേ? നമസ്കരിക്കേണ്ടതുണ്ടോ? ചില ആൾക്കാർ അദ്ദേഹം നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരും ഉസ്താദന്മാരും അതുപോലെയുള്ള വീഡിയോകളും ഉള്ളതാണ്. അദ്ദേഹം നോമ്പിൽ ഭക്ഷണം കഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, നമസ്കരിക്കുന്നത് കണ്ടിട്ടില്ല. വന്നവരെയും ചായ കൊടുത്ത് നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് പോലും പല വീഡിയോകളിൽ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. എങ്കിലും ഈ മനുഷ്യൻ ഇതിനെ നിർത്താതെ നല്ലൊരു ജോലി കണ്ടുപിടിച്ച് അദ്ദേഹം ജോലി ചെയ്ത് ജീവിക്കാതെ രണ്ടാമത് മടവൂർ കാഫില തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇത് അത്ഭുതമാണ്. നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് പോലും, ഭക്ഷണമെല്ലാം കറക്റ്റായിരുന്നു, സമയാസമയത്ത് ഭക്ഷണം കിട്ടിയിരുന്നു. ആ ഭക്ഷണം കഴിക്കുന്ന ആൾക്ക് നമസ്കരിക്കണമെന്ന് അറിയില്ലേ? അതിനെപ്പറ്റി ഇദ്ദേഹം ചോദിച്ചില്ല. സിറാജുദ്ദീൻ ലത്തീഫ് ചോദിച്ചില്ല ചോദിച്ചിട്ടില്ല എന്നാണ് അവിടെ അത്ഭുതം നമുക്ക് കാണുന്നത്. വല്ലാത്ത ഒരു അത്ഭുതമാണ്. അത്രക്കും ഒരു വിശ്വാസമാണ്. വിശ്വാസം മൂത്ത പിരാന്താണ്. വിശ്വാസം മൂത്ത് പിരാന്ത് ഇളകിയതാണ്. അതുകൊണ്ടാണല്ലോ ഒരു പ്രാവശ്യം അകത്ത് പോകേണ്ടി വന്നതും അതുകൊണ്ടാണ്. വിശ്വാസം മൂത്താലും അതുപോലെയാകും. ഏത് വിശ്വാസമാണെങ്കിലും വല്ലാത്ത മൂക്കരുത്. എല്ലാം മിക്സ് ആയിരിക്കണം. എല്ലാ തരത്തിലുള്ള എല്ലാ രീതിയിലുള്ള അവസ്ഥകളും. ഒരു ഭക്ഷണമാണെങ്കിലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് കഴിക്കാൻ പാടില്ല. അതുപോലെ വിശ്വാസവും മൂത്ത പിരാന്തുണ്ടാകാൻ പാടില്ല. അതിനൊരു അളവുണ്ട്. വിശ്വാസത്തിനാകട്ടെ, നമ്മൾ കഴിക്കുന്ന മരുന്നാകട്ടെ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാകട്ടെ, എല്ലാത്തിനും ഒരു അളവ്, ഒരു ലിമിറ്റ് എന്നത് ഉള്ളത് കൊണ്ട് ഇത്തരക്കാർ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നമസ്കരിക്കണോ നമസ്കരിക്കണ്ടേ എന്ന് പറയുന്ന നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. അതിന്റെ ശേഷം അദ്ദേഹം തന്നെ മുദബ്ബിറുൽ ആലം എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾക്ക് അവസാനം കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ബഹുമാനപ്പെട്ടവരടുത്ത് എത്തി. ബഹുമാനപ്പെട്ടവർ ഹുസൈനാജിന്റെ മുഖം നോക്കിയിട്ടാണ് പറയുന്നത് അന മുദബ്ബിറുൽ ആലം. അപ്പോൾ ഓരോട് പറഞ്ഞ് അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നു ശൈഖുന മടവൂർ പറഞ്ഞ. ഞാൻ കേൾക്കുന്നു. ഹുസൈനാജിന്റെ മുഖം നോക്കിയിട്ടാ പറയുന്നത്. അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകത്തിനെ നിയന്ത്രിക്കുന്നു. അപ്പൊ ഹുസൈനാജി പറഞ്ഞ് അങ്ങനെ പറഞ്ഞാൽ ഈ ആൾക്കാരെല്ലാം എന്തെല്ലാം പറയൂലേ? അപ്പോഴാ പറഞ്ഞ ഈ ശബ്ദമൊന്നല്ല, ആ ശബ്ദം വളരെ വൈഫായ പ്രയാണം തുടരുന്നു. ഷെയ്ഖാകാൻ പറ്റില്ല. അവരെ നിർദ്ദേശം സ്വീകരിക്കാൻ പറ്റില്ല. അവരെ പിന്തുടരാൻ പറ്റില്ല. അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ് താനും. അതെങ്ങനെ പറയാം? അള്ളാഹുവിനെ സ്നേഹിച്ചു. അവർ സ്നേഹം കൂടുതലായപ്പോ അവരെ മനസ്സ് തെറ്റിപ്പോയി. മനസ്സ് തെറ്റിയതിന്റെ കാരണം എന്താ? അള്ളാഹിനെ സ്നേഹിച്ചിട്ട് തെറ്റിയതാ. അതുകൊണ്ട് അള്ളാഹിന്റെ അടുക്കൽ അവർക്ക് ബഹുമാനം. പക്ഷെ അവരെ മനസ്സ് റെഡിയില്ല. മനസ്സ് റെഡിയില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകളും പ്രവൃത്തികളൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവരെ ശൈഖാണ് എന്ന നിലക്ക് അവരുടെ നിർദ്ദേശം സ്വീകരിച്ച് ജീവിക്കാനും പാടില്ല. ഇവർക്ക് മജ്ദൂബുകൾ എന്ന് പറയും. ഈ മഹാന്മാരെ സംബന്ധിച്ചും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഫതാവൽ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. ശർഹുൽ മഖാസിൽ ഇമാം തർസാസാനി പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങളെല്ലാം അത് വിശദമായി വിവരിച്ചിട്ടുണ്ട്. ഇത് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കുക. രണ്ട് വിഭാഗമുണ്ട് ഔലിയാക്കൾ. ഈ ഔലിയാക്കളുടെ സ്വഭാവം എന്താ? അവർക്ക് അവരുടെ ശരീരം തന്നെ ഓർമ്മയില്ല, മറ്റുള്ളതും ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു കൂട്ടര്. അതെങ്ങനെ അങ്ങനെ സംഭവിക്കുമോ മൗലിയാരെ? അതൊക്കെ സംഭവിക്കും. അതൊക്കെ ഇപ്പൊ മൗലവിമാർക്ക് ഒരു ദിവസം കൊണ്ട് പഠിപ്പിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ വരൂ, സിറാജുൽ ഹുദയിൽ വരൂ, കൊച്ചസേന്റെ കിതാബ് ഞാൻ പഠിപ്പിച്ചു തരാം. ഞാൻ ഒറ്റ വാക്കിൽ പറയാം.